ഗ്യാസിന്റെ വേദന എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ട് വരുന്ന ചിലപ്പോൾ ഗ്യാസിന്റെ വേദനയായിരിക്കും. വയറിന് എന്ത് പ്രശ്നം വന്നാലും അത് ഗ്യാസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജീരകവെള്ളം, മയമോദവെള്ളം ഇതൊക്കെ കുടിക്കലാണല്ലോ പതിവ്. കറക്റ്റ് ഗ്യാസിന്റെ വേദന എങ്ങനെയാ വരിക, എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ചില എല്ലാ പേഷ്യൻറ്റുകളും ഒരു ഗ്യാസ്ട്രോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്നത് ഗ്യാസ് എന്ന് പറഞ്ഞു. ഇപ്പം ഈ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്നത് വേറെ രീതിയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു നോൺ സ്പെസിഫിക് ടേം ആണ്. രോഗിക്ക് വയറിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും ഗ്യാസാണ്. അപ്പോൾ നമുക്കങ്ങനെയല്ല. അപ്പോൾ ഈ പേഷ്യൻറ്റ് വരുമ്പോൾ ഇപ്പോൾ ചിലവർക്കുണ്ട് മലബന്ധം ഉണ്ടാവും, വയറ്റിൽ നിന്ന് ശരിക്കും പോവില്ല. ആ പോവാണ്ടാവുമ്പോൾ അവർക്ക് ഈ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ വയറ്റിൽ ഈ മലം കെട്ടി പിന്നെ വയറ് വന്ന് വീറും. അപ്പോൾ അവരും ഗ്യാസ് എന്ന് പറയും. ചിലവർക്ക് ഭക്ഷണം കഴിച്ചാൽ ഇപ്പോൾ എച്ച് പൈലോറി എന്നൊക്കെ പറഞ്ഞ ചില ബാക്ടീരിയ ഒക്കെ ഉണ്ട്. അതിപ്പം ആമാശയത്തിന് അഫക്ട് ചെയ്യുന്ന ചില പേഷ്യൻസിന് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചോടനെ വയറിങ്ങനെ സ്തംഭിക്കുക, അവരും ഇത് ഗ്യാസ് എന്ന് പറയും. ചിലർക്ക് ഈ പൈലോറിക് ഡിസ്മോട്ടിലിറ്റി, അതായത് ഈ ആമാശയത്തിനെയും ചെറുകുടലിനെയും കണക്ട് ചെയ്യുന്ന ചില വാൽവ്, അവിടെ ഒരു ചില വാൽവുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ചില ചലനശേഷിയിലെ കുറവ്. അപ്പോൾ അവിടെ വരുമ്പോൾ വയറ് വന്ന് വീർക്കും. അപ്പോൾ അതും ഗ്യാസാണ്. ചിലർക്ക് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അതായത് തലച്ചോറിനെയും കുടലിനെയും കണക്ട് ചെയ്യുന്ന ചില ഞരമ്പുകളും പിന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ ഇതെല്ലാം കൂടെ ചേർന്ന് ഉള്ള ഒരു കോൺഗ്ലോമറേഷൻ, എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഗ്യാസ് എന്ന് പറയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ സയൻസ്, അതായത് വയറുവേദനേൻ്റെ ഒപ്പം വയറ്റിൽ നിന്ന് രക്തം പോവുക, വിശപ്പില്ലായ്മ വരിക, അത് സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യായിരിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഗ്യാസ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല.